എല്ലാവർക്കും സമൃഷ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് മുരിങ്ങയില കിട്ടി. അപ്പോൾ മുരിങ്ങയില വെച്ചൊരു തോരനാക്കാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളകാണ് റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3-4 വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുത്താലും മതി. ഞാൻ തിരുമ്മിയെടുക്കുകയാണ് ചെയ്തത്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തോരനാക്കാനുള്ള പാത്രം ഗ്യാസിലേക്ക് വെക്കാം. പാത്രം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഉള്ളിയുടെ ആ ഒരു ഇത് ഒന്ന് വാടി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളിയുടെ കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തായിട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. മുട്ട 2 നടുക്കോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ മുട്ട ചിക്കി എടുക്കുകയാണ്. ചിക്കി എടുത്തതിന് ശേഷം ഉള്ളിയോടും കൂടി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മുട്ട ചിക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. മുട്ടയും ഉള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എല്ലാം കൂടെ നല്ല പോലെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നേരത്തെ വൃത്തിയാക്കി വെച്ച മുരിങ്ങയില കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നേരത്തെ മുട്ടയിലേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെന്താൽ മതി. അന്നേരം തന്നെ മുരിങ്ങയില തോരൻ റെഡിയാവും. വളരെ പോഷക ഗുണമുള്ള ഒരു ഇലയാണ് മുരിങ്ങയില. അപ്പോൾ മുട്ടയും കൂടി ഇങ്ങനൊരു തോരൻ ആക്കി ആക്കാത്തവർ വളരെ എളുപ്പത്തിൽ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അടിപൊളി ടേസ്റ്റുമാണ്. ഇങ്ങനെ നടുക്കോട്ടെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കുറച്ച് സമയം കൂടെ ഒന്ന് വെന്ത് കിട്ടട്ടെ. മുരിങ്ങയില കൂട്ടാത്ത മക്കളുണ്ടെങ്കിൽ ഇങ്ങനെ മുട്ടയും കൂടെ കൂട്ടിയിട്ട് തോരനാക്കിയിട്ട് ആക്കി കൊടുത്ത് നോക്കുക. ആർക്കാലും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി കൂടിയാണ്. മുരിങ്ങയില തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ വളരെ പോഷക ഗുണമുള്ളതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു തോരനാണ്. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക് യു.